ചില്ലറയില്ല, ഞാനും ചെയ്യണേ. ഞാൻ ഇന്നലെ തറവാട്ടിൽ നിന്നെത്തി. ശിവൻകുട്ടി നായർ എങ്ങോട്ടാ ധൃതിയിൽ യാത്ര? പിരിവിനായിരിക്കും. ഞാൻ സമയം കളയുന്നില്ല. എനിക്ക് കുറച്ച് പണം വേണം. തരില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കൊച്ചു വീടും വേണം താമസിക്കാൻ. വാടകയൊന്നും തരില്ല. ധൃതിയില്ല. ആവശ്യം വരുമ്പോ അറിയിക്കാം. പൈസ എടുത്തേ. ആ എണ്ണയൊന്നും വേണ്ട. തൽക്കാലം ഇത് മതി. പറ്റേ. ആ പിന്നൊരു കാര്യം, തന്റെ കുത്തുപുള്ളി ബുക്കിൽ ചുവന്ന മഷി കൊണ്ട് ഈ കാശ് എന്റെ പേരിൽ എഴുതി വെച്ചേക്കരുത്. തന്നോടല്ലാതെ വേറെ ആരോടാ ഇത്ര സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ചോദിക്കാൻ സാധിക്കുക? കുറച്ചെങ്കിലും തനിക്ക് വേണ്ടി ഇടിയും തൊഴിയും കൊണ്ടല്ലേ? കേട്ടാ, ശ്രീധരൻ അറിഞ്ഞോ? ആ, അറിഞ്ഞു കാണും. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? ശ്രീധര, കൃഷ്ണനുണ്ണി ജയിലിൽ നിന്ന് വന്നിട്ടുണ്ട്. എവിടാ അവൻ? ആര്? ഉണ്ണി. ഞാൻ കണ്ടില്ല. ഇന്നലെ ഇവിടെ എങ്ങാണ്ട് വന്നെന്നോ പോയെന്നോ ഒക്കെ പറയണ കേട്ടു. പിന്നെ ഏതല്ലേ ഒന്ന് ചുമ്മാരുന്നേ. വെറുതെ ആവശ്യമില്ലാത്ത പോലും പറഞ്ഞോണ്ടല്ലോ. ആ മുതുക്കി മുതുമുതുക്കി. നീ പോടാ. നീ ആരാ ചോദിക്കാൻ? രണ്ടുപേരും ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, അതും ഈ കവലയ്ക്ക് വെച്ച് ഒരു ഉഗ്രം കുസ്തി കാണാമായിരുന്നു. അയ്യോടാ, എന്തൊരു തന്തോയം. ദേ കുസ്തി കാണണോ? ദേ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ, ഞാൻ കാണിച്ചുതരാം. വാ വാ. ദേ വൃത്തിയായിട്ട് പറഞ്ഞാലുണ്ടല്ലോ. മിണ്ടാണ്ടിരിക്കേ. ദേ ഞാൻ ഈ സാധനത്തിൽ കൊടുത്തു കളയും. ആ മണി 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 മണി
എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? പിന്നെ എപ്പോ വരാനാ? 4 പേരറിയേ എനിക്കിവിടെ വരാൻ പറ്റില്ലല്ലോ. ചേട്ടൻ അറിഞ്ഞാൽ? എനിക്കറിയാം, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ശ്രീധരൻ എല്ലായിടത്തും എന്നെ അന്വേഷിച്ചേ അറിഞ്ഞു. എന്ന് വെച്ച് എനിക്ക് അമ്മണിയെ കാണാതിരിക്കാൻ പറ്റില്ല. ഉണ്ണിയേട്ടൻ ഇവിടെ വന്നു എന്നറിഞ്ഞത് മുതൽ ഞാനും അമ്മയും തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനമായിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഉണ്ണിയേട്ടന്റെ കത്ത് കിട്ടിയ അന്ന് മുതൽ ശ്രീധരേട്ടന്റെ സംബന്ധം ആകപ്പാട് തെറ്റിയ മട്ടാണ്. അമ്മയോട് പോലും ഒരു വാക്ക് ശരിക്കും സംസാരിച്ചിട്ടില്ല. ഞാനിവിടെ വരുന്നത് അമ്മണിക്ക് ഇഷ്ടമല്ലേ? എന്റെ ഇഷ്ടം നോക്കിയിട്ടാണോ ഇവിടെ എല്ലാം നടക്കുന്നത്? ശ്രീധരേട്ടനെ നിയന്ത്രിക്കാൻ ഇവിടെ ആർക്ക് കഴിയും? ഉണ്ണിയേട്ടൻ ദയവായിട്ട് പോണം. ഇനിയും അത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ആർക്കും വേണ്ടാത്തവനെ അല്ലേ? അരുത്, അങ്ങനെ പറയരുത്. ഞാൻ പറയാതെ തന്നെ ശ്രീധരേട്ടനെ ഉണ്ണിയേട്ടനെ അറിയാലോ. ശരി, ഞാൻ പോയേക്കാം. ഒരു കാര്യം, മറ്റുള്ളവരെന്നെ കാണുന്നത് പോലെ അമ്മണി എന്നെ കാണില്ലെന്ന് വിശ്വസിക്കുന്നു. ഉണ്ണിയേട്ടാ, കുട്ടിയാണോ പെണ്ണോ? അതോ ചാവിള്ളയായിരുന്നു? വരൂ. എന്റെ മോനെ ഒന്ന് തൊടാൻ പോലും സാധിക്കുന്നില്ല. നീ എവിടെ പോയിരുന്നു? ജനലിൽ കൂടി ഒരു വള താഴെ വീണു. അതെടുക്കാൻ പോയതാ. അവൻ വന്നോ? ഇല്ല. മോനെ, കുഞ്ഞുണ്ണിയുടെ എഴുത്ത് വന്നിട്ട് കുറച്ചു ദിവസമായി. വിവരമൊന്നും അറിയാഞ്ഞിട്ട് മനസ്സിനൊരു സുഖവും തോന്നില്ല. നീ ഒന്ന് അവിടം വരെ പോയി വന്നാ വിവരമെല്ലാം അറിയായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്ത? 2-3 ദിവസം കൂടെ നോക്കാം, എന്നിട്ട് പോവാ. അതല്ല മോനെ, എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഇന്ന് അവധിയല്ലേ, ഒന്ന് അവിടം വരെ പോയിട്ട് വന്നൂടെ? എനിക്കിന്ന് കുറച്ച് ജോലിയുണ്ട്, വേണമെങ്കിൽ കിട്ടണേക്കാം. ഓ, കിട്ടാൻ ആരാ പോവാൻ? നീ പോകുന്ന പോലെയാണ് അവൻ പോകുന്നത്. എടാ, അതല്ല, ഇടയ്ക്കിടയ്ക്ക് അവന് പനി വരുന്നതാ. ഇനി അതുപോലെ വല്ലതും. ദേ, ഇപ്പൊ പോയാ 9-ന്റെ ബസ് കിട്ടും. വൈകുന്നേരം ഇങ്ങനെ തിരിച്ചു വരാം. മോൻ കവലിച്ചെന്നേ കിട്ടണമ്മാവനോട് ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരാൻ പറ. എനിക്ക് വയ്യ. എന്നാ മുട്ടായി വാങ്ങിച്ചോ. വേഗം ചെല്ല്. ഉണ്ണിയെ ഞാൻ അന്വേഷിക്കാം, കണ്ടാ വരാനും പറയാം. പിന്നെ എന്താ കിട്ടാ? വേറൊന്നുമല്ല,
ഞാനിതിൽ ഇടപെട്ട വിവരം ശ്രീധരൻ അറിഞ്ഞാലുണ്ടല്ലോ. അല്ല, എനിക്ക് നാട്ടിൽ ജീവിക്കണ്ടേ? ദേ ശ്രീധരന്റെ കയ്യേ ഈ മേലൊന്ന് വെറുതെ വീണാ മതി. പിന്നെ എന്നെ മെഡിക്കൽ കോളേജിൽ പോലും എടുക്കൂല. നേരിട്ട് കുഴിക്കാട്ടിശ്ശേരിക്ക് കൊണ്ടുപോയാൽ മതി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇരു ചെവി അറിയാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിനക്കറിയാലോ ശ്രീധരന്റെ സ്വഭാവം. അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഉണ്ണിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഈ നാട്ടിൽ നിന്ന് എത്രയും വേഗം പോകാൻ പറയണം. ഈ തീന്തുന്നോട് ജീവിക്കാൻ എനിക്ക് വയ്യ കിട്ടാ. അതുകൊണ്ടാ. അല്ല ജാനകിയമ്മേ, ഉണ്ണി ഈ നാട്ടിൽ നിന്ന്... നീ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ ഒന്ന് വേഗം ചെല്ല് കിട്ടാ. അല്ല അത് നീ ഒന്ന് വേഗം ചെല്ല്. കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ കിട്ടും പറഞ്ഞാണോ എന്തോ? അയ്യോ, അല്ല നീ പോയില്ലേ? ബസ്സില്ല, ബ്രേക്ക് ഡൗൺ ആണ്. ഇപ്പൊ അടുത്ത ആഴ്ച അങ്ങനെ പോവാം. അമ്മ ആരായി നോക്കുന്നേ? എന്തായി? ആളില്ല. രാവിലെ തന്നെ ഫസ്റ്റ് ബസ്സിൽ കയറി എങ്ങോട്ടോ പോണ കണ്ടോന്ന് നാരകത്തെ അപ്പുണ്ണിയോട് പറഞ്ഞു. നന്നായി, ശ്രീധരൻ വന്നിട്ടുണ്ട്. ആഹാ, വന്നോ? അമ്മ എവിടെ പോയതാ? അടുത്ത വീട്ടിൽ പോയതാ മോനെ. സിസ്റ്ററാണ്. അത് ശരി. ഇത് അറിയാം. എന്നാ ഞാൻ പറ്റേ? അല്ല സാർ, ആദ്യമായിട്ട് ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് കയറിയിട്ട് പോവാം. ഓ, അത് സാരമില്ല, പിന്നീട് ഒരിക്കലാ. ഞാൻ പോട്ടെ, ഞാൻ പറ്റേ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണെന്ന്, എത്ര നല്ല പെരുമാറ്റം. മുതലാളിയാണെന്ന് മറ്റുള്ള ഒരു ചിന്തയുമില്ല. എല്ലാവരോടും സ്നേഹമാണ്. ഈ ഭൂമിയിൽ ഇത്രയും നല്ല മനുഷ്യനെ കാണാൻ കഴിയില്ല. സാറിനാണെങ്കിൽ ഞാനെന്ന് വെച്ച ജീവന് ഒരു സുഹൃത്തെന്ന നിലയ്ക്കാ എന്നോട് പെരുമാറുന്നത്. ഇത്ര നല്ല കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിട്ടും ചേട്ടൻ എന്തെങ്കിലും തലതിരിഞ്ഞു പോയത്? പൊടിയാത്ത്. ഉണ്ണി, നീ ഫിറ്റായോ? അങ്ങനൊന്നുമില്ല. ഒരുപാട് കാലമല്ലേ ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പൊ ചെറുതായിട്ട് തലയ്ക്ക് ഉണ്ടെന്നാ തോന്നുന്നു. നീ ആരെയും നോക്കുന്നേ? മോഹം കണ്ടിട്ട് വല്ലാതെ പേടി തോന്നുന്നുണ്ടല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ ശ്രീധരൻ ഈ വഴിക്ക് വരാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നിനക്കെന്താ അവനെ പേടിയാ? പേടിയോ? എനിക്കോ? ആരെ? എന്തിന്? കിട്ടാ, പണ്ടൊക്കെ നമ്മൾ പട്ടാപ്പകൽ പട്ടയടിച്ച് പാട്ടും പാടി നടന്ന ഓർമ്മയുണ്ടോ? കിട്ടാ, നല്ല വെട്ടയായിരുന്നു പണ്ടൊക്കെ പട്ടാപ്പകൽ. ഇപ്പൊക്കെ കണക്കാ, എല്ലാം തട്ടിപ്പ് വെട്ടയാ. ഒറ്റ പിടിപിടി നിന്റെ പേടിയൊക്കെ മാറും. ഏയ്, സത്യമായിട്ടും എന്റെ അമ്മയാണ് ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊടൂല. സ്വാമിയാണ് സുബ്രഹ്മണ്യൻ. നിന്റെ തലയിൽ ഒഴിക്കും. പണി വായിലോട്ട് ഒഴിക്കും. ഇറങ്ങാം, ഇറങ്ങാം, ഇറങ്ങാം. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്നെ പിടിച്ചോളണം. ഞാൻ പിടിച്ചോളാം. എന്നെ പിടിച്ചോളണം, പിടിച്ചോളണം. ശരി, കണക്കൊക്കെ പറ്റില്ല, എഴുതിക്കോ. അയ്യോ, എന്റെ ഒരു കാര്യം പറഞ്ഞു. അവിടെ പിടിച്ചിരുന്നോ വീട്ടിലെ? ഞാൻ പിടിച്ചാ നിൽക്കുന്നേ. വാ, പോകാം, വാ, പോകാം, വാ, പോകാം, വാ. പോകാം, പോട്ടെ. അയ്യോടാ.
അതെ, ആ ഞാൻ ഒരു ഇടം വരെ പോവാ. ഞാനും വരാം. എവിടേക്കാ? നീ ശ്രീധരന്റെ വീട്ടിലേക്ക് വരുന്നോ? അതിനെന്താ, ഞാനും വരാം. അയ്യോ, ശ്രീധരന്റെ വീട്ടിലേക്കോ? നിന്റെ കൂടെയോ? എന്റെ പൊന്നെ, ഞാനില്ല. പോ, ഞാൻ പോവാ. നീ പോ. ഞാൻ ഇവിടെ കടക്കെ ഒഴിക്കുകയൊന്നും ചെയ്തോളാം കേട്ടോ. എടാ, ഞാനേ ഒരു കാര്യം പറഞ്ഞാലേ ആ കാര്യം നീ കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് പറയാം. പോയോ? എടാ കിട്ടാ, എന്താ? ആ ഉണ്ണി എവിടാടാ? ഇന്ന് അവനെ കണ്ടില്ലല്ലോ. എനിക്കറിയില്ല. അത്യാവശ്യമാണെങ്കിലേ എന്ന് അന്വേഷിക്കേ. ഇന്നലെ വൈകുന്നേരം അരമണിക്കൂറോളം ആ ശ്രീധരനോട് ഉണ്ടായിരുന്നു. അപ്പോഴെങ്ങും ആ ഉണ്ണിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. അപ്പോഴെങ്ങാനും ആ ഉണ്ണി ഇങ്ങോട്ടൊന്നും വന്നിരുന്നെങ്കിൽ എന്തുണ്ടായേനി? അയ്യടാ കിട്ടാ. ശ്രീധരനാന്നോ വരുന്നേ? ദൈവമേ, ശ്രീധരനായിരിക്കണേ. അറിഞ്ഞുണ്ടാ, വേറെ ഏതാ? അവൻ എവിടെ പോയി കിടക്കുക ഈ നേരത്ത്? ആൾ വരാൻ. എടാ കിട്ടാ, നീ കണ്ടോടാ ശ്രീധരനെ? തള്ളയുടെ നായരോട് ഇന്ന് ചോദിക്കേ. എന്തിനാ അല്ലമ്മേ ശ്രീധരൻ അന്വേഷിക്കുന്നത്? ഓ, ഒന്നുമില്ല. ഇന്നലത്തെ പറ്റു തരാനുണ്ടായിരുന്നു.